കാലത്തിന് ശേഷം ഒത്തിരി പേര് ഒരുമിച്ച് കണ്ടൊരു അവസരമാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷൻ, അതുപോലെ മറ്റ് വിശിഷ്ടാതിഥികൾ, അതുപോലെ ഇവിടെ ക്ഷണിക്കപ്പെട്ട എല്ലാവരും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് മുരുകൻ സാറിനെ പരിചയപ്പെടുന്നത് മലയാള സമാജം കുഴിത്തറ ഒരു സാഹിത്യവേദിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് വരുന്ന അവസരത്തിലാണ്. അന്ന് അദ്ദേഹത്തിന്റെ കവിത കേൾക്കുകയും അതിനെക്കുറിച്ച് അന്നവിടെ കവിത അവതരിപ്പിച്ചതിന് ശേഷം, എല്ലാ സൃഷ്ടികളും അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ അവിടെ ഒരു നിരൂപണം, ഒരു ചടങ്ങ് നടക്കാറുണ്ട്. അപ്പൊ അതില് ഗോപകുമാർ സാറ് അദ്ദേഹത്തിന്റെ കവിതകളെ നിരൂപണം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ഒക്കെ ഉണ്ടായി. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം സമാജത്തിന്റെ ഭാരവാഹിത്വത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അതിലൊരു മെമ്പറായിട്ട് എനിക്കും പങ്കെടുക്കാൻ പറ്റി. ഈ കാലയളവില് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം കാലണത്തുട്ടുകൾ എന്ന് പറയുന്ന സൃഷ്ടി പുറത്തു വരുന്നത്, അത് നമ്മുടെ മാതൃഭാഷ പബ്ലിക്കേഷന്റെ ഷിബു ആണ് അത് ആ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പുസ്തകം പുറത്തു വരുമ്പോഴേക്ക് അതിനെ കുറിച്ചിട്ട് ഒരു വിലയിരുത്തൽ നടത്താനായിട്ട്, അതിനെ ഒരു ചെറുതായിട്ടൊരു അവലോകനം തയ്യാറാക്കി കൊടുക്കാനായിട്ട് ഷിബു തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരു ഡിഗ്രി പഠനകാലത്തിന് ശേഷം, ഏറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എഴുതാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു ഷിബുവിന്റെ ഒരു പ്രേരണ കൊണ്ട്, അതും മുരുകൻ സാറിന്റെ സൃഷ്ടിയുമായിരുന്നു. അതെഴുതി അതിനുശേഷം ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിന്റെ ആ കാർട്ടൂൺ പുസ്തകം വന്നപ്പോഴേക്ക് അതിലെ 2 അവതാരികകളിൽ ഒരെണ്ണം എഴുതാനും ഭാഗ്യമുണ്ടായി. മറ്റൊന്ന് എഴുതിയത് ഡോക്ടർ സുന്ദരേശൻ സാറായിരുന്നു. അപ്പൊ ഞാന് വളരെ ചുരുക്കത്തിൽ ഇതൊന്ന് അവതരിപ്പിക്കാം. ഇത് കാലണത്തുട്ടിന്റെ കിലുക്കം എന്നുള്ളതാണ് ഇതിന്റെ ഹെഡിങ്. പച്ചിലച്ചാർത്തുകളിൽ എത്രയോ വട്ടം മുത്തം കൊടുത്തു നടന്ന കാലം, അതായിരുന്നു എന്റെ ബാല്യവും കൗമാരവും. ആമുഖക്കുറിപ്പിലെ ആദ്യ വരികൾ പോലെ മനോഹരമായിട്ടുള്ള കുളിർമയേകുന്ന ഒരു അനുഭവമാണ് ശ്രീ മുരുകൻ കൃഷ്ണപുരത്തിന്റെ കാലണത്തുട്ടുകൾ എന്ന കവിതാ സമാഹാരം. ഒരു കൃഷിക്കാരൻ തന്റെ കൃഷിയിടത്തിലെ ചെടികളെ എങ്ങനെ സൂക്ഷ്മതയോടെ പരിപാലിക്കുന്നു, അതുപോലുള്ള ഒരു മനസ്സ്, അതാണ് കവിയുടെ ശക്തി എന്ന് കാണാം. പ്രകൃതിയുടെ ഉപാസകനാണ് താൻ എന്ന് 29 കവിതകൾ കോർത്തിണക്കിയ ഈ പുസ്തകത്തിലൂടെ കവി തെളിയിച്ചിരിക്കുകയാണ്. നിരന്തരമായ പ്രകൃതി നിരീക്ഷണ പാടവം അത് സാധാരണയായി ചിത്രകാരന്മാർക്കാണ് കൂടുതലായി ഉണ്ടാവുക. നല്ലൊരു ചിത്രകാരനായ ഒരാൾക്ക് കവിതാവാസന കൂടി ഉണ്ടായാലോ, അതാണ് നമ്മൾ ഈ കൃതിയിൽ കാണുന്ന ഓരോ കവിതയും. ഇതിൽ ദൈർഘ്യം കൂടിയവയും കുറഞ്ഞവയും ഉണ്ട്. കവിത എന്നാൽ താളബോധത്തോടെ ചൊല്ലാൻ കഴിയുന്നതായിരിക്കണം, അല്ലാത്തതിനെ പദ്യമെന്നല്ല ഗദ്യമെന്നാണ് പറയേണ്ടത്. വാണി വന്ദനം മുതൽ ഒരു കളിയോടം വരെ ഉള്ള കവിതകൾ ഒന്നൊന്നായി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഈ കവിതകൾ മേൽപ്പറഞ്ഞ അഭിപ്രായത്തോട് 100% വിശ്വസ്തത പുലർത്തുന്നവയാണ്. 49 മലയാള അക്ഷരങ്ങളാൽ താളബോധത്തോടെ ചൊല്ലാൻ കഴിയുന്ന 29 സൃഷ്ടികൾ കവിയുടെ തൂലികയിൽ നിന്ന് വിരിഞ്ഞിരിക്കുന്നു. ശ്രീ മുരുകൻ കൃഷ്ണപുരത്തിന് ഇതിൽ തീർച്ചയായും അഭിമാനിക്കാം. കാരണം ഈ കൃതി അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ്. ആദ്യ കവിതയായ വാണി വന്ദനത്തിൽ ഹിമപാളികൾ ഇളകവേ പുതു മഴയായി തുണവരണേ, മുകിൽ പാളികൾ ഇരുളിൽ ജലകണമായി തുണവരണേ എന്ന് വാണി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കവിയുടെ തുടക്കം. അക്ഷരദേവതയുടെ അനുഗ്രഹം കവിക്ക് ആവോളം കിട്ടിയിട്ടുണ്ട് എന്ന് തുടർ വരികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. കടിച്ചാൽ പൊട്ടാത്ത പദങ്ങളോ ദുരൂഹത നിറഞ്ഞ പ്രയോഗങ്ങളോ ഇല്ലാതെ മലയാള ഭാഷയുടെ സൗന്ദര്യവും മാധുര്യവും ആവോളം ചാലിച്ചെടുത്ത ഈ കവിതകൾ
ഓരോന്നും ഭാഷയ്ക്ക് മുതൽക്കൂട്ടാണ്. പൊൻകുയിലുകൾ വിണ്ണിലായി പാടവേ, പൊന്നിൽ കുളിച്ചു നീ ഹേമന്ത ചന്ദ്രികെ, നെയ്തലാമ്പലായി എൻ്റെ ഈ ഹൃത്തടം, വർണ്ണരാഗങ്ങളിൽ മഴവില്ല് തീർക്കവേ. ഇത്തരത്തിൽ കവി എത്രമാത്രം ലളിത സുന്ദരമായിട്ടാണ് പ്രകൃതി വർണ്ണന നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുളിരോടമൊഴുകുമ്പോൾ ഇടനെഞ്ചു പൊട്ടിയ പിടയുന്ന മലർവല്ലി ഞാൻ, മലരുകൾ പൊഴിയുമ്പോൾ അലിവോടെ മിഴികളിൽ നിറയുന്ന മിഴിനീരു ഞാൻ. പ്രകൃതിയുടെ വരദാനങ്ങൾ നിരീക്ഷിക്കുവാനും അതിലെ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ തന്റെ തൂലികയിലൂടെ പ്രതികരിക്കാനും കഴിയുന്നവനാകണം യഥാർത്ഥ കലാകാരൻ. അല്ലാതെ ഇന്നത്തെ പൊതുസമൂഹത്തെ ബാധിച്ചിരിക്കുന്ന അഹന്തയുടെയും അജ്ഞതയുടെയും തിമിരത്തെ തൂത്ത് എറിയാനുള്ള ശേഷിയില്ലാതെ നട്ടല് പണയപ്പെടുത്തി ഏതെങ്കിലും സാഹിത്യ ഉപജാപ സംഘത്തിൽ അംഗമായിരിക്കുകയും അതുകൊണ്ട് മാത്രം എന്തു കുത്തിക്കുറിച്ചാലും അത് കവിതയായി എന്ന് ധരിച്ച് വശരായിരിക്കുന്നവർക്കിടയിൽ വേറിട്ട ഒരു ശബ്ദം കേൾപ്പിക്കാൻ ശ്രീ മുരുകൻ കൃഷ്ണപുരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആർക്കാണ് ഭ്രാന്തന്റെ ഉണ്ണി, മേലേക്കുരുട്ടും കനശിലയ്ക്കാണോ വേദാന്ത സംഹിത മേലേക്കുയർത്തിടും, താഴേക്കുരുട്ടുന്ന ഹാസ്യത്തിനാണോ വിസ്മയം നിൽക്കും പ്രതീകത്തിനാണോ? ഈ വരികൾ സമൂഹ മനസാക്ഷിയുടെ ചങ്കിലേക്ക് കുത്തിക്കയറുന്ന ചോദ്യമാണ്. സമീപകാല രാഷ്ട്രീയ കൊലകളുടെ പശ്ചാത്തലത്തിൽ കേഴുന്ന മാതൃത്വത്തിന്റെ വേദന പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മാതാവിന്റെ വേദനയിലൂടെ വരച്ചു കാട്ടുകയാണ്. ഓട്ടുപാത്രങ്ങളാണിഷ്ടം, അന്നത്തെ ഓട്ടുപാത്രങ്ങളാണിഷ്ടം. ഈ കാലണത്തുട്ടുകൾ എന്ന കവിതയിലെ വരികളാണിത്. കവിയുടെ പഴമയിലേക്കുള്ള എത്തിനോട്ടം ഗ്രഹാതുരത്വം പേറുന്ന ഓർമ്മയായി കിനിയുന്ന വരികൾ. ആ വരികളിലും താളബോധം ലവലേശം കുറയുന്നില്ല. ചുരുക്കത്തിൽ അരുണിമ അക്ഷരങ്ങളായി ത്രിസന്ധ്യ പൂത്ത പുൽമേടുമായി കുയിലുകൾ ശംഖനാദം മുഴക്കി തൂലിക പടവാളെടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൂലിക സമൂഹത്തിലെ അനീതികൾക്കും ചൂഷണങ്ങൾക്കും എതിരെ പടവാളായിട്ട് തന്നെയാണ് ശ്രീ മുരുകൻ കൃഷ്ണപുരം പ്രയോഗിച്ചിട്ടുള്ളത്. നട്ടലുറച്ച കവിതകൾ തന്നെയാണ് കാലണത്തുട്ടുകൾ ഓരോന്നും. ഈ കവിതാ സമാഹാരത്തെ കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് വെറും കാലണത്തുട്ടല്ല, ഒരു 1.5 പവൻ തന്നെയാണ്, സംശയമില്ല. ഇത് വായിക്കുന്ന അനുവാചകരുടെ അഭിപ്രായവും മറിച്ചാകാൻ വഴിയില്ല. തമിഴും മലയാളവും കൂട്ടിക്കലർന്ന ഭാഷയുടെ നാട്ടുകാരനാണ് കവിയെങ്കിലും കവിതയിൽ ശുദ്ധമായ മലയാളം തന്നെയാണ്, അതും ലളിത സുന്ദര പദങ്ങൾ. എന്തായാലും കാമ്പുള്ള സൃഷ്ടികൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിന് സംശയമില്ല. എഴുത്തിന്റെ ലോകത്ത് ഒരു പൈതലിന്റെ കാൽവയ്പാണെങ്കിലും അത് നന്നായിട്ടുണ്ട്, എടുത്തു പറയാവുന്ന തെറ്റുകുറ്റങ്ങൾ ഒട്ടില്ലാതെ. ഈ പുസ്തകത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വീണ്ടും 3-4 കവിതാ സമാഹാരങ്ങൾ പുറത്തിറങ്ങുകയുണ്ടായി. ഒരു കാർട്ടൂൺ പുസ്തകം വന്നിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാം വെച്ച് നോക്കുമ്പോഴേക്ക് അത് ആദ്യം ആ തുടക്കത്തിൽ നിന്ന് ഒരുപാട് മേളിലേക്ക് കയറി പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ സൃഷ്ടികളുടെ ആ ലെവൽ എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിൽ ഉള്ള സാഹിത്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് ലഭിച്ചു എന്നുള്ളതിന്റെ ഒരു സന്തോഷമാണ് നമ്മൾ ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തുകൂടാൻ ഇടയായത്. ഇനിയും ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.